ഇന്ത്യയുടെ നയതന്ത്ര ശക്തി വീണ്ടും ലോകവേദിയിൽ തെളിയുകയാണ്. ഇന്ത്യൻ പതാകയുമായി 9ാമത്തെ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടന്ന് മുന്നോട്ട് നീങ്ങി. ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ എണ്ണപ്പാതയിൽ ആണ് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് സുരക്ഷാ ആശങ്കകൾക്കൊന്നും വഴി നൽകാതെ ഇന്ത്യൻ കപ്പലുകൾ മുന്നേറുന്നത്. അത് നമ്മുടെ ഒരു നയതന്ത്ര വിജയമാണ്. ഹോർമുസ് കടലിടുക്ക് കടന്ന് ഗ്രീൻ ആഷ് എന്നത് ഒരു LPG ടാങ്കറാണ് എന്ന് വ്യക്തം. ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത് ആഗോള ഇന്ധന വിതരണത്തിന് പ്രതിസന്ധി ഏർപ്പെടുത്തി. ഊർജ വിപണികളെ ബാധിച്ചു. ആഗോള ഊർജ വിപണികളെപ്പോലും തളർത്തിയ സംഘർഷത്തിൻ്റെ നടുവിൽ അനിശ്ചിതത്വത്തിൻ്റെ മണിക്കൂറുകളിൽ ഇന്ത്യ കൃത്യമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തുകയാണോ, കരുത്ത് തെളിയിക്കുകയാണോ? ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യക്ക് എങ്ങനെ ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നു? പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നിലെ തന്ത്രം എന്ത്? ഹോർമുസ് കടലിടുക്കിലെ ഈ വിജയ യാത്ര ഇന്ത്യയുടെ ഭാവി ഊർജ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു നയതന്ത്ര വിജയം ആണ് ഇത് എന്ന് പറയാം. 9ാമത്തെ കപ്പലും ഹോർമുസ് കടലിടുക്ക് കടന്ന് മുന്നേറുകയാണ്. ഇന്ത്യൻ ഈ ഉപരോധത്തിനിടയിലും 8 കപ്പലുകൾ കഴിഞ്ഞ ദിവസം കടന്നു എന്നത് വലിയ ഒരു നേട്ടമായി ഉയർത്തി നമ്മൾ കാണിച്ചിരുന്നു. ഈ ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ 1/5 കൈകാര്യം ചെയ്യുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. US-ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഈ പ്രദേശം ഉപരോധിച്ചു. എങ്കിലും ഇന്ത്യക്ക് അത് അതിജീവിക്കാൻ കഴിഞ്ഞു. ആ ജലപാത ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ശനിയാഴ്ച പുലർച്ചെ ഗ്രീൻ സാൻവി ആ കടലിടുക്ക് കടന്ന് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ഇതാ ഗ്രീൻ ആഷും മുന്നോട്ട് നീങ്ങുന്നു. എന്നോടൊപ്പം ചന്ദ്രൻ നായർ ചേർന്നു. ശ്രീ ചന്ദ്രൻ നായർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം എന്ന് കരുതുന്നു ശ്രീ ചന്ദ്രൻ നായർ? സാറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. പക്ഷെ ഇതുകൊണ്ടായില്ല സാർ. നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല സാർ അവിടെ നിന്ന് വരാനുള്ളത്, വേറെ പലതും വരാനായിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം. അതാണ് സാർ എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദിവാകരൻ തലശ്ശേരി, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം തീരെയില്ല. സാറേ, പിന്നെ അങ്ങനെയുള്ള സംഭരണം കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതായത് പിന്നെ ഒരു സഹകരണം, അങ്ങനെയുള്ള സഹകരണം നല്ല യുദ്ധം വേഗം തീരട്ടെ, അങ്ങനെയുള്ള ഒരു സഹകരണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇറാൻ നടത്തുന്ന ഉപരോധത്തിലും ഈ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ കപ്പലുകൾ മുന്നേറുന്നു എന്ന വാർത്ത. ശിവാലിക്കാണ് ആദ്യം കടന്നത്. നന്ദാദേവി തൊട്ടുപുറകെ വന്നു. ജഗ് ലഡാക്കി എന്ന മറ്റൊരു കപ്പൽ കൂടി ആ നയതന്ത്ര ചാനൽ കടന്ന് മുന്നോട്ട് വരികയാണ്. പൈൻ ഗ്യാസ്, അതുപോലെ ജഗ് വസന്ത്, BW ടയർ, BW എൽമക് തുടങ്ങിയ കപ്പലുകൾക്ക് പുറകിലാണ് ഗ്രീൻ സാൽവി കൂടി കഴിഞ്ഞ ദിവസം അവിടെ ആ കടലിടുക്ക് കടന്ന് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ ഗ്രീൻ ആഷ് കൂടി. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് എന്നോടൊപ്പം ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ നയതന്ത്ര വിജയം നമ്മുടെ ഊർജ സുരക്ഷയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും കരുത്താകുന്നു എന്നാണോ കരുതേണ്ടത്? ചുരുങ്ങിയ വാക്കുകൾ. തീർച്ചയായിട്ടും. നമസ്കാരമുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് പറഞ്ഞതാണ് ഇന്ത്യയുടെ വിജയം. അതായത് ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാനായ ഒരു മനുഷ്യന്റെ കഴിവാണത്. താങ്കളുടെ അഭിപ്രായം നമുക്ക് അടുത്ത ദിവസം കുറച്ചും കൂടെ വിശദമായി സംസാരിക്കാം. ഇന്നിപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ യുദ്ധം തുടരുന്ന സാഹചര്യങ്ങളിൽ 485 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരുമായി 15ഓളം കപ്പലുകൾ ഇപ്പോഴും ആ ഗൾഫ് മേഖലയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ കപ്പലുകളുടെയും മറ്റ് കപ്പലുകളിലും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ അവിടെ ഇന്ത്യൻ നാവികസേന അവിടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ഒരു സഹായം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ നാവികസേന ഈ ഒമാൻ ഉൾക്കടലിലും അറബിക്കടലിലും ഒക്കെ ഈ കപ്പലുകൾക്ക് അവിടെ നിന്ന് വരുന്ന ഈ ഇന്ധനം അല്ലെങ്കിൽ ഇന്ധനം ഒക്കെ നിറച്ചിട്ടുള്ള കപ്പലുകൾക്ക് എല്ലാവിധ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ നൽകുന്നു. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന്
ഇറാൻ അവകാശപ്പെടുന്നു. ഇത് തുറന്നു കൊടുക്കാൻ ഉള്ള ഒരു നീക്കം നടക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നു. പക്ഷേ അത് അംഗീകരിക്കുന്നില്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ അംഗങ്ങൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ പ്രധാനമന്ത്രി തിരുവല്ലയിൽ നടത്തിയ ഒരു പ്രസംഗം വളരെയധികം ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം, പ്രതിപക്ഷം വളരെ ഒരു നിലപാടില്ലാത്ത തരത്തിലേക്ക് നടത്തുന്ന പ്രതികരണങ്ങൾ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കും. അത് ചില ഘട്ടങ്ങളിൽ പ്രകോപനങ്ങൾക്ക് വഴി നൽകും. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അനിയൻകുട്ടൻ, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷത്തെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഒരു UDF പ്രവർത്തകൻ അല്ലെങ്കിൽ അനുഭാവി എന്ന നിലയിൽ അനിയൻകുട്ടന് എന്ത് പറയാനുണ്ട് പ്രധാനമന്ത്രിയുടെ വിമർശനത്തെ? ഇത് ഒരു ജാഗ്രത കുറവ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പം അവിടുന്ന് നമുക്ക് ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നേ, ഇവിടുത്തെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കൈശാലം വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പം അമേരിക്കയും ഇസ്രായേലിനും അനുകൂലമായിട്ട് നിന്ന ആ സമയങ്ങളിൽ പോലും നമുക്ക് ഇറാൻ ഇങ്ങോട്ട് തന്ന ആ സഹായം ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഒന്ന് കണ്ണു തുറന്ന് കാണണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കുഞ്ഞുമോൻ കൂടി എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. കുഞ്ഞുമോൻ, ചുരുങ്ങിയ വാക്കുകളിൽ, ഇത് ഈ ഹോർമുസ് കടലിടുക്ക് കടന്ന് വരിക എന്നത് അത്ര എളുപ്പമല്ല. ഇറാൻ പാർലമെന്റ് ഒരു പുതിയ മാനേജ്മെന്റ് പ്ലാൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നു. ഇത് നമ്മുടെ അന്താരാഷ്ട്ര നിലപാടുകൾ വളരെ കൃത്യമാണ് എന്നതിന്റെ തെളിവായാണോ മാറുന്നത്? കുഞ്ഞുമോൻ, ടി വി ശ്രദ്ധിക്കുന്നു, നേരെ പെട്ടെന്ന്. ഓക്കെ ഞങ്ങൾക്കില്ലേ ഇപ്പം ഗ്യാസ് ഇല്ല. ഈ യുദ്ധം നടക്കുന്ന കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തിലാണ് ഈ കുട്ടനാട്ടിലെ ആളുകളെല്ലാം. ഗ്യാസ് കിട്ടാനില്ലേ? ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞങ്ങൾക്കില്ലേ ഗ്യാസ് കിട്ടുന്നില്ല? ഗ്യാസ് കിട്ടുന്നില്ലേ? ഗ്യാസ് കിട്ടാൻ മടി, പിന്നെ ബുദ്ധിമുട്ട്. ഇപ്പൊ ബുക്ക് ചെയ്താൽ 45 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അഡീഷണൽ സിലിണ്ടർ ഇല്ല, ഒറ്റ സിലിണ്ടറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. KG കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. KG കുമാർ. ഹലോ. ആദ്യം എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നല്ലോ. കാര്യം ഇന്ത്യ അനങ്ങുന്നില്ല, ഇന്ത്യ മിണ്ടുന്നില്ല, ഇന്ത്യ ഇസ്രായേലിന്റെ സുഹൃത്താണ്. പക്ഷേ ഇന്ത്യ ഇസ്രായേലിന്റെ സുഹൃത്താണ്, ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്താണ്, അമേരിക്കയായിട്ടും ഒരു പരിധിവരെ സുഹൃത്താണ്. ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ നയതന്ത്രബന്ധം നമ്മൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേടില്ലാതെ, നമുക്ക് കൈപൊള്ളാതെ എങ്ങനെ നമുക്ക് പോകാം, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ എടുത്തു ചാടി ട്രംപ് പറയുന്ന പോലെ ഓരോ അഭിപ്രായങ്ങൾ എടുത്തടിച്ച് പറഞ്ഞിട്ട് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അങ്ങനെ മാറ്റി പറയുന്ന ഒരു ഭരണകൂടമല്ല ഈ രാജ്യത്തോളം. രഞ്ജുഷ കൂടി ചേരുകയാണ് ദുബായിൽ നിന്ന്. രഞ്ജുഷ, വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ദുബായിലുള്ള നമ്മുടെ മലയാളികൾക്ക് അവരുടെ സുരക്ഷയൊക്കെ നമ്മൾ വലിയ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ഇപ്പോൾ ആശങ്കകളൊക്കെ മാറിയോ? എന്താണ് അവിടെ നിന്ന് താങ്കൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം? ഈ ഇന്ത്യൻ നയതന്ത്രത്തെ സംബന്ധിച്ചൊക്കെ ഇത് അവിടെയുള്ള മലയാളികൾ എന്ത് നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വാർ ഫ്രണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കൺട്രിയാണ് UAE എന്ന് പറയുന്നിടത്താണ് ഈ മിസൈൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും ഈ രണ്ട് സൈഡിലും നിൽക്കുന്ന നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ശക്തികളുമായിട്ടും ഒരേപോലെ എനിക്ക് തോന്നുന്നു ലോകത്ത് നയതന്ത്രപരമായി നല്ല ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. രണ്ട് രാജ്യങ്ങളുടെയും വിദേശ എംബസികൾ, ഇന്ത്യയിലിരുന്ന് ഇറാന്റെ എംബസി ആയാലും UAEയുടെ എംബസി ആയാലും ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളൊന്ന് ഇടപെട്ട് സംസാരിക്കൂ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു കൺട്രി എനിക്ക് തോന്നുന്നത് ലോകം അംഗീകരിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൺട്രി തന്നെയാണ്. തന്ത്രപ്രധാനമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നേരത്തെ തന്നെ ഇന്നിപ്പോ ഹോർമൂസ് ഇപ്പം ഓപ്പൺ ചെയ്യൂ എന്ന് പറയുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ കപ്പലുകളെ അവർ കടത്തി വിട്ടിരുന്നു. അപ്പൊ അത്രയും നല്ല ബന്ധം രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ, ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മധ്യസ്ഥൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയായിരുന്നു. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ വന്ന് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും എക്സിൽ കുറിക്കുന്നത് പോലെ മോദിജി ചെയ്യുന്നില്ലെങ്കിലും നമ്മളത് നമ്മുടേതായ രീതിയിൽ നയതന്ത്ര തലത്തിൽ രണ്ട് രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഈ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു ശക്തമായ തീരുമാനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസമാണ് ഇവിടെയുള്ള ഓരോ ഇന്ത്യക്കാർക്കും. കാരണം നമ്മുടെ രാജ്യം വളരെ നമുക്ക് ഉള്ള കഴിവ് ഈ രണ്ടുപേരുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച്
ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അത് ഗോഡ്സ് ഗ്രേസ് അതിപ്പം സംഭവിക്കുന്നതിൽ കാണുന്നതിൽ വളരെ സന്തോഷം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ദുബായിൽ നിന്ന് ഉള്ള നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം അതാണ്. എന്നോടൊപ്പം ബിജി ചേരുന്നുണ്ട് ചിറയൻകീഴിൽ നിന്ന്. ബിജി, നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇവരെല്ലാരും ഗ്യാസിന്റെ കാര്യം പറയുന്നില്ലേ? എന്റെ വീട്ടിലും ഗ്യാസ് 2 കുറ്റിയുണ്ട്. ഇപ്പൊ ഒരു തോന്നാം, നമ്മളൊരു എന്റെ വീട്ടിലൊരു ഗ്യാസ് കുറ്റി ഉപയോഗിക്കുന്നത് 2 മാസത്തോളം ഉപയോഗിക്കും. കാരണം അരി അങ്ങനെ ഒരുപാട് ഇതുള്ള സാധനങ്ങൾ നമ്മൾ വിറവെടുപ്പിലാണ് വേവിക്കുന്നത്. ഈ 25 ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുറ്റി വരും എന്നുള്ള ഇതിലും ഇവര് എന്തിനാണ് ഇങ്ങനെ ആളുകളെ പരിഭ്രാന്തിപ്പെടുത്തുന്നത്? അനാവശ്യമായ ഒരു പാനിക് ബുക്കിംഗ് വന്നു അല്ലെ? അങ്ങനെ അതാണ് നമ്മളെ ആശങ്കയിലാക്കിയോ? അതാണ്. അതായത് നമുക്ക് 2 കുറ്റിയുള്ള നമുക്ക് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ല, ഇവർക്ക് ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നുള്ളതാണ് എന്റെ സംശയം. പക്ഷേ വാണിജ്യ സിലിണ്ടറുകൾ പ്രതിസന്ധി നേരിട്ടു അല്ലേ? വാണിജ്യ സിലിണ്ടറുകൾ ഇപ്പൊ ഹോട്ടലുകൾ, ചായക്കടകളിലൊക്കെ വാണിജ്യ സിലിണ്ടറും ഇവിടെ കിട്ടുന്നുണ്ട്. അതും ഇതുപോലെ ഓരോരുത്തർ 2500, 3000 രൂപയ്ക്കും വിൽക്കുന്നവരുണ്ട്. ഒരുപാട് പേരെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതിനിടയിൽ കരിഞ്ചന്തക്കാർ ഇത് മുതലാക്കുകയാണല്ലോ ഈ അവസരം. അതിനെതിരെയാണ് ഒരു കർശന നടപടി വരേണ്ടത് അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവര് നമുക്ക് എന്റെ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരന് അവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടർ കൊടുത്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു കുറ്റി വെച്ചിട്ട് തരാം, അല്ലാതെ മെനക്കെട്ട് വിളിക്കരുത്. ആഴ്ചയിൽ ഒരു കുറ്റി വെച്ച് നിങ്ങൾക്ക് കിട്ടും ഹോട്ടലിലേക്കാണെന്നുണ്ടെങ്കിൽ. അത് ഞാൻ തന്നെയാണ് അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് ആ ഹോട്ടലിൽ കൊടുത്തത്. അപ്പൊ ഇത് ഒരു കരിഞ്ചന്തക്കാർ ഈ സാഹചര്യം മുതലാക്കുന്നു, ചെറിയൊരു ഷോർട്ടേജ് ഉള്ളതിനെ വലുതാക്കി ഭീമമായി കാണിക്കുന്നു. അങ്ങനെയാണോ അങ്ങയുടെ അഭിപ്രായം? ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, എന്റെ വീട്ടിൽ ഒരു കുറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2 മാസത്തോളം ഞാൻ ഉപയോഗിക്കാറുണ്ട്. 25 ദിവസം കഴിഞ്ഞാൽ അടുത്ത കുറ്റി എനിക്ക് ഇതായിട്ട് വരും. ഞങ്ങള് ഈ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 3-ന്റെ അന്ന് എന്റെ വീട്ടിൽ അടുത്ത കുറ്റി വരും. കാലിക്കുറ്റി കൊടുക്കാൻ ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം വേണത്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. വിഷ്ണു എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ വിഷ്ണു. ഹലോ സാറേ, നയതന്ത്ര വിജയം തന്നെയാണ് ഇത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ബാക്കി എല്ലാ രാജ്യങ്ങളായിട്ടും നല്ല സൗഹൃദം ഉള്ള രാജ്യം. അതായത് മോദിയുടെ ഒരു ഇതുകൊണ്ടല്ല, എല്ലാവരുടെയും, മോദി മാത്രമല്ല അവരുടെ എല്ലാ നമ്മൾ കാലങ്ങളായി തുടരുന്ന ഒരു വിദേശകാര്യ നയത്തിന്റെ കൂടി വിജയമാണിതെന്നാണ് ശ്രീ വിഷ്ണു പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം പറഞ്ഞു, ഒരു പാനിക് ബുക്കിംഗ് തന്നെയാണ് പ്രശ്നം. അല്ലാതെ ഇവിടെ ഗ്യാസ് വീട്ടിലൊക്കെ ഗ്യാസ് ഒക്കെ ഉണ്ടോ? കൃത്യമായി കിട്ടിയോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഇന്നലെ കൂടി വന്നേ ഉള്ളൂ. നമുക്കവിടെ ഗ്യാസിന് പ്രശ്നമില്ല. കാര്യം ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 25 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്താൽ മതി. 25 അല്ല, എനിക്ക് ഇവിടെ 40 ദിവസം പോകുന്നുണ്ട് വീട്ടില്. അതിന്റെ ആവശ്യം വരുന്നില്ല. പാനിക് ബുക്കിംഗ് ആണ് പ്രശ്നം. പിന്നെ ഇന്ത്യ ബാക്കി എല്ലാ രാജ്യങ്ങളും സൗഹൃദം ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. വാർ വന്നാലും എന്ത് വന്നാലും ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി അവിടെ നിന്ന് വിളിച്ച് അഭിപ്രായം പങ്കുവച്ചതിന്. സത്യ എന്നോടൊപ്പം ചേരുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. സത്യ. ഹലോ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ ഇടപെടൽ വളരെയധികം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആദ്യമൊക്കെ പലരും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്കക്ക് ഇപ്പൊ ആദ്യം കുറ്റം പറഞ്ഞു, ഇപ്പൊ പൊഴുത്തി പറയേണ്ട സാഹചര്യമായെന്നാണോ താങ്കൾ കരുതുന്നത്? സാഹചര്യമായിരിക്കുക. അപ്പൊ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അവിടെ തിരുവല്ലയിൽ വന്നപ്പോ ചില പ്രതികരണങ്ങളൊക്കെ നടത്തി. നമ്മുടെ പ്രതിപക്ഷം വേണ്ട രീതിയിലുള്ള പ്രസ്താവനകളല്ല നടത്തുന്നത്. അങ്ങക്ക് എന്ത് തോന്നുന്നു, ശരിയാണോ? അങ്ങനെയുള്ള പ്രതികരണങ്ങള് അത് നയതന്ത്രത്തെ അതിന് മോശമായിട്ട് ബാധിക്കും. ശരി, ഓക്കെ. അപ്പൊ ശ്രീ സത്യൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാൻ ഇലക്ട്രിക് പ്ലംബിംഗിന്റെ വർക്ക് ചെയ്യുന്ന. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക. അപ്പോൾ 9ാമത്തെ കപ്പലാണ് ഗ്രീൻ ആഷ് ആണ് വളരെ സുരക്ഷിതമായി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടന്ന് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു, നരകത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ നരകത്തിൻ്റെ വാതിലുകൾ തുറക്കും എന്ന് പറയുന്നു. അതിന് ടെഹ്റാനിൽ നിന്നുള്ള മിലിറ്ററി കമാൻഡ് ചില കടുത്ത പ്രതികരണങ്ങൾ അങ്ങോട്ടും നൽകിയിട്ടുണ്ട്. ജനറൽ അലി അബ്ദുള്ള അലിബാദ് ആണ് അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. പ്രസിഡന്റിന്റെ ഈ ഒരു പരാമർശം, അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശം മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ വരുന്ന ഒരു മണ്ടൻ പ്രതികരണമാണ് എന്ന് പറയുന്നു. ഹെൽപ്ലെസ്, നെർവസ്, അൺബാലൻസ്ഡ് ആൻഡ് സ്റ്റുപ്പിഡ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരു സാഹചര്യമില്ലാതെ, കഴിവില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ
വളരെയധികം ആശങ്കാകുലനായി ഒരു സമചിത്തതയില്ലാതെ നടത്തുന്ന ഒരു മണ്ടൻ നീക്കം എന്ന തരത്തിലാണ് പറയുന്നത്. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, പ്രതിപക്ഷത്തെ കൂടി ഈ ഘട്ടത്തിൽ രാജ്യം ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറത്തൊക്കെ നടത്തിയപ്പോൾ പ്രതിപക്ഷത്തെ പല ആളുകളെയും വിളിച്ചിരുത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന് ഒരു വേദിയിലിരുന്ന് പ്രതിപക്ഷം പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരെ നേരത്തെ തന്നെ വിളിച്ച് ഈ ഘട്ടത്തിൽ യോജിച്ചു നിൽക്കാൻ ഒക്കെ അവരെ കൂടി വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു ശ്രമം ഈ സർക്കാർ നടത്തുന്നതിൽ പരാജയപ്പെട്ടോ? സാർ നമസ്കാരം. നമസ്കാരം സാർ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രതിപക്ഷം ഒരു പാനിക്കായ സിറ്റുവേഷനിലെല്ലാം നമുക്കെതിരായിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു അവസ്ഥയിൽ ഒരു ഭീകരമായ അല്ലെങ്കിൽ ഒരു അവസ്ഥ നേരിടുമ്പോൾ ഇന്ത്യ പ്രതിപക്ഷ കക്ഷികൾ സാധാരണ എന്താ ചെയ്യേണ്ടത്? അതല്ലല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെ താറടിച്ച് കാണിക്കാന്നാണ് ഇവർ മാത്രമാണോ അവര് നോക്കുന്നത്? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സാജിദ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. സാജിദ് വടകരയിൽ നിന്നല്ലേ വിളിക്കുന്നത്? ഹലോ, സെയ്ദ് വടകരയിൽ നിന്നാണോ വിളിക്കുന്നത്? അതെ, വടകര എന്നാണ് വിളിക്കുന്നത്. വടകരയിൽ എന്താണ് സെയ്ദ്, അവിടെ ഗ്യാസിന്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ടോ? ഗ്യാസിന്റെ വളരെ ബുദ്ധിമുട്ടാണ്. അതെ, കിട്ടുന്നില്ല. ഇല്ല, ഗ്യാസ് ഒന്നും തീരെ കിട്ടുന്നില്ല. അപ്പൊ ആളുകളത് പാനിക് ബുക്കിംഗ് കൊണ്ടാണോ അത് വ്യാവസായികത്തിനാണോ അത് വീട്ടുകാർക്കും കിട്ടുന്നില്ലേ? വീട്ടുകാർക്കും ആർക്കും കിട്ടുന്നില്ല. അതെ, അപ്പൊ നയതന്ത്ര വിജയം ഒന്നും ഇല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഈ ഇടപെടൽ വളരെ ഉഷാറാണ്. മോഡിയുടെ ഇടപെടൽ വളരെ ഉഷാറാണ്. നല്ലതാണ്. അപ്പൊ സെയ്ദ് വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചോ? ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല. പല ഹോട്ടൽ അടച്ചിട്ടുള്ളത്. അതെയോ? സെയ്ദ് കൂടുതലും ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, ഞങ്ങൾ രാവിലെയൊക്കെ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ക്ലോസ് ആണ്. എല്ലാം ക്ലോസ് ആണ്. ചായക്കടയൊക്കെ അടച്ചിരിക്കുകയാണോ? ശരി, വ്യക്തമാണ്. ചൂട് പിടിച്ചു. അടിപൊളി പ്രചരണമാണ് നടക്കുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നല്ല അടിപൊളി സ്ഥാനാർത്ഥിയാണ്. ഓക്കെ, ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ചോദ്യങ്ങൾ വൈകി കേൾക്കുന്നത്, ടെലിഫോണിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ജയലാൽ എന്നോട് ഇപ്പം വിളിക്കുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്. ജയലാൽ. ഹലോ. ജയലാൽ, അവിടെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിച്ചോ? ജയലാൽ, തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിച്ച് നല്ല ഉഷാറായിട്ടെല്ലാം നടക്കുന്നുണ്ട്. ജയലാൽ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടോ? പ്രചരണ രംഗത്തൊന്നും ഇല്ല. അപ്പൊ അവിടെ ഈ നമ്മുടെ കപ്പലുകൾ ഹോർമുസ് തുറമുഖക്ക് കടലിടുക്ക് കടന്ന് മുന്നോട്ട് വരുന്നു. ഇത് ഒരു വലിയ നയതന്ത്ര വിജയം എന്ന തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതുണ്ടോ? എന്താണ് തോന്നുന്നത്? നയതന്ത്ര വിജയമാണെന്നൊന്നും എനിക്കത്ര ഇതില്ല. പക്ഷേ നമുക്കിപ്പോ ഇവിടെ ഗ്യാസിന്റെ ഷോർട്ടേജ് നല്ലപോലെ ഉണ്ട്. കാരണം ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയാണ്. ഹോട്ടൽ തൊഴിലാളിയാണോ? ഹോട്ടൽ തൊഴിലാളിയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഗ്യാസിന്റെ കുറവ് കൊണ്ട് നമ്മുടെ പണിയൊക്കെ വലിയ ബുദ്ധിമുട്ടിലായി. പണിയില്ലേ ഇപ്പൊ? എന്താ അവസ്ഥ? പണി കുറവാണ്. പണി കുറവാണെന്ന് വെച്ചാൽ ഹോട്ടൽ അടച്ചിരിക്കുകയാണോ? ഹോട്ടൽ അടച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഗ്യാസ് ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്താ പ്രധാന ഹോട്ടലിൽ എന്താണ് അവിടുത്തെ നിങ്ങളുടെ ഒരു പ്രധാന വിഭവം എന്താണ്? പൊറോട്ടയാണോ? എല്ലാം ഉണ്ട്. പൊറോട്ടയുണ്ട്, ഊണുണ്ട്. ഊണൊക്കെ നമ്മളിപ്പോ നിർത്തി വെച്ചിരിക്കുക. ഊണ് കൊടുക്കാൻ പറ്റുന്നില്ല. ഊണ് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം എത്ര പേര് അവിടെ കഴിക്കാനായിട്ട് വരും ഉച്ചയ്ക്ക് സാധാരണ? കഴിക്കാനായിട്ട് 100-200 പേരൊക്കെ ആയിട്ട് വരും. 100-200 പേര് വരും. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പൊ മീൻകറിയൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഇപ്പൊ ഉണ്ട്. പക്ഷെ നമുക്കത് ഇപ്പൊ ഗ്യാസിന്റെ ഷോർട്ടേജ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ വേറൊരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു പലരും ഇത് കരിഞ്ചന്തയിലൊക്കെ വിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ ജയലാൽ? കരിഞ്ചന്തയിൽ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കത് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് തട്ടുകടകളും അതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ അടഞ്ഞു കിടക്കുക. അതെ, അതെ. ഇവര് പറയുന്നത് ഗ്യാസിന്റെ ഷോർട്ടേജ് ഒന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും നമുക്ക് അത് മോചനമായിട്ടില്ല. ഇല്ല. ശരി, അപ്പോൾ ഏതായാലും കടലെടുക്ക് കടന്ന് കപ്പലുകൾ മുന്നോട്ട് വരുമ്പോൾ അത് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നോടൊപ്പം ശ്രീദേവി കൂടി ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളോടൊപ്പം ശ്രീദേവി നെടുമങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീദേവി കേൾക്കാമോ? ഇല്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ഉള്ളത് ശ്രീ മാത്യു ആണ്. മാത്യു കോതമംഗലത്ത് നിന്നാണ്. ഹലോ. ശ്രീ മാത്യു, ഇപ്പം ഈ ഊർജ പ്രതിസന്ധി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സസ്റ്റൈനബിൾ എനർജി നമ്മുടെ പരിസരങ്ങളിലെല്ലാം പണ്ട് കാലം മുതലുള്ള വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. വീണ്ടും നമുക്കിപ്പോ റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വേസ്റ്റായി പോകുന്ന ഒരുപാട് ഗ്യാസ് സംവിധാനങ്ങൾ, നമ്മുടെ ബയോഗ്യാസ് അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ഒരുപാട് ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ മിനി പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ച് എല്ലാം വെറുതെ വേസ്റ്റായി കിടക്കുക, ആരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം ആർഭാടങ്ങളിൽ നിന്ന് തിരിച്ച് മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ്. ഇതൊരു നല്ലൊരു ലെസനാണ്, ഒരു വലിയ പാഠമാണ്. നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇറക്കുമതിയെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പറ്റാവുന്നതെല്ലാം പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് മാത്യു പറയുന്നത് അല്ലേ?
തീർച്ചയായിട്ടും. അങ്ങ് അവിടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബയോഗ്ലാസ് പ്ലാന്റോ എന്തെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചോ? ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി വിറകുകളൊക്കെ ഒരുപാട് വെജിറ്റേഷൻ ഉള്ള ഭൂമി മുഴുവൻ നല്ലപോലെ മരങ്ങളും ഒക്കെ നിൽക്കുന്നതാണ്. ഇതിനെയൊക്കെ വേണ്ട. പക്ഷേ ശ്രീ മാത്യു, ഈ വിറകൊക്കെ ആകുമ്പോ ഈ പുകയൊക്കെ ഊതി നമ്മുടെ സ്ത്രീകളൊക്കെ വലിയ കഷ്ടപ്പാടല്ലേ ഇന്ന് ഇത് അല്ലേ? അതിനൊക്കെ പുതിയ ടെക്നോളജി ടെക്നോളജി ഉണ്ട്. ചെറിയ ഓക്സിജൻ പമ്പ്, എയർ ബ്ലോവർ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട. പണ്ട് നമ്മൾ ഊതുന്ന സാധനത്ത് ചെറിയ മിനി മോട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് എയർ ബ്ലോവർ ഒക്കെ വെച്ച് കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിന്റെ ഈ കരിയും പുകയൊക്കെ ഇങ്ങനെ വരില്ലേ ശ്രീ ജോസഫ് മാത്യു? അതെല്ലാം പമ്പ് ചെയ്ത് മുകളിലോട്ട് വിടാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഈ സമയത്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഈ ജനങ്ങളിലേക്ക് ഇതിന്റെ ടെക്നോളജി ഐഡിയ ഒക്കെ എത്തിച്ചു കൊടുത്ത് ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ നേരത്തെ ഫോൺ കട്ടായി പോയില്ലേ? ശ്രീദേവി എന്നോടൊപ്പം ചേർന്നു. ശ്രീദേവി കേൾക്കാമോ? അതെ, നമസ്കാരം. നമസ്കാരം. അവിടെയൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണെന്ന് കേൾക്കുന്നു ഈ നെടുമങ്ങാട് പ്രദേശത്തൊക്കെ, ആണോ? അതെ, തെരഞ്ഞെടുപ്പ് വളരെ ചൂടിലാണ്. ശ്രീമതി ശ്രീദേവി ഒക്കെ ഈ പ്രചരണ രംഗത്തൊക്കെ ഉണ്ടോ? അതെ, ഒന്നിനൊന്ന് പോരാടുന്നു. അപ്പൊ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നുണ്ടോ? ഞാൻ 68 വയസ്സായ ആളാണ്. മുമ്പ് സാമൂഹ്യ സേവനം ചെയ്ത വ്യക്തിയാണ്. ഇപ്പൊ സുഖമില്ലെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക വീട്ടിൽ. അത് ശരി. അപ്പൊ അവിടെ ആര് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. അവിടെ ത്രികോണ മത്സരമാണെന്നൊക്കെ നമുക്ക് ജയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര് ജയിക്കുമെന്ന് ഇപ്പൊ പറയാൻ വയ്യാത്ത ഒരു നിലയിലാണ്. മുമ്പാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു LDF ജയിക്കുമെന്ന് പറയാമായിരുന്നു. ഇപ്പൊ കുറെ ഈ ക്ഷേത്രത്തിന്റെ വകയായി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് മാന്യതമുണ്ട്. അത് ആണ് നമുക്ക് ജാതിമത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യും എന്ന് വിശ്വാസം BJPക്കുമുണ്ട്. കാരണം പരമോൻ എന്ന നേതാവാണ് അദ്ദേഹം. ഇന്ത്യക്ക് വേണ്ടി ഒരു ദോഷവും ഒരിക്കലും ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് മുഖ്യമന്ത്രിയും ചെയ്യത്തില്ല. അത് ജയിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല സാർ. അതാണ് പറയുന്നത്. അതെ, വോട്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. അത് ഇപ്പോൾ പറഞ്ഞാൽ അത് തോൽവി തന്നെ ആയിരിക്കും. കാരണം ഒന്നിനൊന്ന് മിച്ചമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പറയാൻ പറ്റില്ല. ഗ്യാസിന്റെ പ്രതിസന്ധി ഉണ്ടോ അവിടെ വീട്ടിലൊക്കെ? ഗ്യാസിന്റെ പ്രതിസന്ധി ഇന്ന് വിളിച്ചിട്ട് പോലും ഗ്യാസിന്റെ എടുത്തിട്ടില്ല, നമുക്ക് കിട്ടിയില്ല. എനിക്ക് ഗ്യാസ് തിന്നിട്ട് 8 ദിവസമായി. 45 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് ഇല്ല. വിറവിലും തീ കത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട് സാർ. പിന്നെ മാത്രമല്ല വന്നത് വീട്ടില് മകളും മരുമകനും കുട്ടികളുമുണ്ട്. അവര് പ്രത്യേകമാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. അതെ, ഇന്നത്തെ കുടുംബമല്ല അങ്ങനെയാണല്ലോ. ഒന്നും സഹായിക്കാറില്ല സാർ. ആരും സഹായിക്കാറില്ല. അത് വളരെ മോശമാണ്. ഞാൻ സാമൂഹ്യ സേവനം ചെയ്ത് നിൽക്കെ 50 വയസ്സിൽ എനിക്കൊരു ചെറിയ പണി കിട്ടി. ഞാൻ അങ്ങനെ പോയി ആ പണിയിൽ നിന്നും പെൻഷനായി വന്നാണ് ഞാൻ എന്റെ ഉപജീവനം കഴിക്കുന്നത്. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാനൊരു മെന്റൽ ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അതിലൊരു പെൻഷൻ കിട്ടിയത് കൊണ്ട് എന്റെ ഉപജീവനം കഴിച്ചു പോവുകയാണ്. പക്ഷെ പ്രധാനമന്ത്രിയെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. കാരണം അദ്ദേഹം നമ്മളെ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. നമ്മളെ വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മളെ ഗ്യാസിന്റെ കാര്യം. അദ്ദേഹം ഭരിച്ച നാട്ടിലെല്ലാം നല്ല എല്ലാവർക്കും വീടും കക്കൂസും റോഡും സാമൂഹ്യ സേവനം സ്ത്രീകൾക്ക് ഇതെല്ലാം കക്കൂസ് ഇതെല്ലാം കൊടുക്കുന്നു. പശു ആട് മാടെല്ലാം കൊടുത്തു, സഹായിച്ചു. അതുപോലെ ആ ഭരണം വരണമെന്ന് ഇപ്പോൾ നമ്മളും ഒക്കെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ഇവിടവും നന്നാകുമെന്നുള്ളൊരു വിശ്വാസം മുഖ്യമന്ത്രി ആയാലും പണം ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. ശ്രീമതി ശ്രീദേവിയെ പൊതുവേദി അങ്ങേയറ്റം ആദരിക്കുകയാണ്. കാരണം ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു. പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന വ്യത്യസ്തരായി ഉള്ള മനുഷ്യർക്ക് വേണ്ടി ഉള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഭിന്നശേഷി ഒക്കെയുള്ള വിഭാഗത്തിൽ. അപ്പോൾ അതൊരു നല്ലൊരു ഒരു ജീവിതം, സാർത്ഥകമായ ജീവിതം എന്ന് പറയാനുള്ളൂ. ഇപ്പോൾ ആളുകൾ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം. ഏതായാലും അത് അവരുടെ അയൽക്കാരോ ബന്ധുക്കളോ ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കൂടി ഇത് ഗൗരവത്തിലെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടുക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബെന്നി എന്നോടൊപ്പം ചേരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ബെന്നി. ഹലോ. സാറേ നമസ്കാരം. നമസ്കാരം. ശ്രീ ബെന്നിക്ക് അവിടെ തൊട്ടടുത്തൊക്കെ ചായക്കട ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ശ്രീ ബെന്നി, ആശംസകൾ നേരുകയാണ്. ഈസ്റ്റർ. ഓക്കെ, ഈസ്റ്റർ കലക്കിയോ? ഈസ്റ്റർ ഒക്കെ അടിച്ചു പൊളിക്കുന്നു. ആണോ? എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ? ഡക്ക് റോസ്റ്റ് ഒക്കെ ഉണ്ടോ?
അതെ, സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എല്ലാവർക്കും വീതം അപ്പൊ അവിടെ ആരാ കുക്കിംഗ് ഒക്കെ ആരാണ്? ബെന്നിയാണോ അതോ ഭാര്യ സഹായിക്കുകയാണോ? എങ്ങനെ സഹായിക്കോ ഇല്ല അതോ ഭാര്യ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമോ? രണ്ടുപേരും കൂടിയാണ് അതെല്ലാം ചെയ്യുന്നത്. രണ്ടുപേരും കൂടി വളരെ 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 സന്തോഷം. ഞാൻ ഇത് ഒരു തമാശയ്ക്ക് ചോദിച്ചതാണെങ്കിലും പലയിടത്തും ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കുക്കിങ്ങിനൊക്കെ സഹായിക്കാന്ന് പറഞ്ഞാൽ വീട്ടുകാരൊന്നും അടുപ്പിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എനിക്ക് വേണ്ടത്ര വൃത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ബെന്നിയും കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈസ്റ്റർ എന്നിട്ട് ഒരുമിച്ച്. അപ്പോൾ അയൽക്കാരെയൊക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തോ അതോ ഒറ്റയ്ക്ക് കഴിക്കാണോ? തീർച്ചയായിട്ടും നമ്മുടെ അയൽക്കാര് നമ്മുടെ എല്ലാവരും വിളിച്ചു. വെരി ഗുഡ്. അപ്പോൾ ഈസ്റ്റർ അടിച്ചു പൊളിച്ചു അല്ലേ? വെരി ഗുഡ്. ഈസ്റ്റർ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഗ്യാസ് ഉണ്ടായിരുന്നു വീട്ടിൽ? ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഏകദേശം ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇത് ബാധിച്ചിരിക്കുവാണ്. സാധാരണഗതിയിൽ ടൗൺ പ്രദേശത്തായിരുന്നു ഇത് കൂടുതൽ ഇത് ബാധിക്കുന്നത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ ഇതിപ്പോ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ പരിഗണനയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് യുദ്ധം എപ്പോഴും നാശങ്ങൾ വിതയ്ക്കുന്നതാണ്. ആ യുദ്ധത്തെ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ ഈസ്റ്റർ ദിനത്തിൽ ഒത്തൊരുമിച്ച് സമാധാനത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള കേരളീയരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് കൂട്ടായി അതിനുവേണ്ടി ആഗ്രഹിക്കാം, അങ്ങനെ ഘോഷിക്കാം അല്ലേ? അപ്പൊ ഞാൻ ഡൽഹിയിലൊക്കെ ജോലി ചെയ്ത് വന്നപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യുദ്ധത്തിന്റെ അതിഭീകരതമായ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇസ്രയേലും അമേരിക്കയും നമ്മുടെ ഇറാനെ ആക്രമിക്കുമ്പോൾ ഒരു പ്രഭാവനം ഇല്ലാതെയാണ് അവരെ ആക്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെയും തെറ്റുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ രാജ്യം അതിനൊരു മുൻകൈ എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ തന്നെ യുദ്ധത്തെ തടയാൻ കഴിയുമായിരുന്നു. ഒരു പരിധി വരെയെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. ഇന്ത്യക്ക് അതിനുള്ള ഒരു കരുത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അവിടെയെല്ലാം മൗനം പാലിച്ചു. ആ ഒരു ഭവിഷ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. യുദ്ധത്തിന്റെ കെടുതികൾക്ക് തടസ്സം വെക്കാൻ ഇന്ത്യക്ക് വലിയൊരു ചാൻസ് ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങനെ നമുക്ക് നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. ബാലകൃഷ്ണൻ മനസ്സിലായി. ഞാൻ കണ്ണൂരിൽ കൂത്തുപറമ്പ് നിന്ന് വിളിക്കുകയാണ്. ഞാൻ ന്യൂസ് 18ന്റെ ശ്രോതാവാണ്. വെരി ഗുഡ്. ഞാൻ 2 ദിവസം മുമ്പ് ഗ്യാസ് ബുക്ക് ചെയ്തു. എനിക്ക് ഇന്നലെ കിട്ടി. ഒരു തടസ്സം ഉണ്ടായില്ല. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇവിടെ ഞങ്ങൾ താര ഗ്യാസ് ഹൗസ് സന്തോഷം. നമുക്ക് വേഗം ഗ്യാസ് കിട്ടി. ഞാൻ ന്യൂസ് 18യുടെ സ്ഥിരം പ്രേക്ഷകനാണ്. എന്താ ചെയ്യുന്നത് ബാലകൃഷ്ണൻ? എന്താണ് ചെയ്യുന്നത്? ഞാനൊരു പോലീസ് റിട്ടയർ ആണ്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ഏത് സ്റ്റേഷനിലാണ് അവസാനം ജോലി ചെയ്തത്? ഞാൻ NIA. അത് ശരി, കൊള്ളാലോ. അപ്പൊ പോലീസ് ആയതുകൊണ്ട് ഇനി ഗ്യാസുകാർ പേടിച്ചുകൊണ്ട് തന്നതാണോ? അല്ലേ? അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും ബുക്ക് ചെയ്താൽ കിട്ടും. ഏതായാലും അങ്ങയുടെ പ്രതികരണത്തിന് നന്ദി. അപ്പോൾ കൂടുതൽ ശ്രോതാക്കൾ നമുക്കൊപ്പം ഉണ്ട്. ഏതായാലും അങ്ങ് അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവച്ചതിൽ സന്തോഷം. പ്രദീപ് ചെങ്ങന്നൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ ഈ കപ്പലുകൾ ഓരോന്നായി ഹോർമുസ് കടലിടുക്ക് പിന്നിടുമ്പോൾ എന്താണ് പ്രദീപിന് തോന്നുന്നത്? ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ഓക്കെ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയതന്ത്രം വിജയിച്ചതുകൊണ്ടാണ് ഇപ്പൊ കപ്പലുകൾ നമ്മുടെ ഈ രാജ്യത്തോട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം എന്നോട് പറയായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ അങ്ങനെ അത് പറഞ്ഞില്ല എന്ന്. അങ്ങക്ക് അങ്ങനെ അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യായമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പൊ ഇസ്രായേലിനോട് സംസാരിക്കാനൊക്കും ഇറാനോട് സംസാരിക്കാനൊക്കുന്ന ഒരു ഇതിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സമയക്കുറവ് കൊണ്ടാണ്. എന്നോടൊപ്പം ഷിജു നേരത്തെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷിജുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഷിജു എന്നോട് പറയുന്ന കിറ്റ് കോൺട്രവേഴ്സിയെ പറ്റി അറിഞ്ഞത്. ഒരാൾ കിറ്റ് കൊടുക്കാനൊക്കെ ശ്രമിച്ചു, അവരെ പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നോട്ട് ഈവൺ എ സിംഗിൾ ബൈറ്റ് ഇൻ ന്യൂസ് 18 എന്നാണ്. നമ്മൾ കൊടുത്തില്ല, വാർത്ത കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കാതെയൊന്നും ഇരിക്കുന്നില്ല. കിറ്റ് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ശരത് ബാബു എന്നോടൊപ്പം ചേർന്നു. അദ്ദേഹം BJPയുടെ ആരാധകനാണെന്ന് പറയുന്നു. ചുവന്ന ഹൃദയം അയച്ചിട്ടുണ്ട്. കിഷോർ കോന്നി എനിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട്. ബിനു കുമാർ MS ഇതിലും കുറ്റം കണ്ടെത്തുന്ന പ്രതിപക്ഷത്തിന് സന്തോഷത്തിന് വകയില്ല എന്ന് ബിനുകുമാർ പറയുന്നു. മോഹനൻ പറയുന്നു നല്ല കപ്പിത്താനുണ്ടെങ്കിൽ ഏത് കപ്പലും ഏത് കടക്കും എന്ന് പറയുന്നു. മോഹനൻ ഭാഷാ പ്രയോഗത്തിൽ ഒരു മികവാർന്ന നേട്ടമാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. ഗംഭീരം. അപ്പോൾ ഇന്ത്യൻ നയതന്ത്ര വിജയം പ്രതിപക്ഷ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നു.
മൊയ്തീൻ ബാവ എന്തോ എന്നോട് പറയുന്നതാണ് ചാണകം എന്ന് പറയുന്ന മൊയ്തീൻ ബാവയ്ക്ക് ഇത് ചാണകമായിട്ടാണ് തോന്നുന്നത്. അതോ ഇനി ഗോബർ ഗ്യാസ് വേണമെന്നാണോ പറയുന്നത് എനിക്കറിയില്ല. സുനിൽകുമാർ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. മാഹി എന്നോട് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. മാഹിജിനും എൻ്റെ അഭിവാദ്യങ്ങൾ. പിന്നെ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ ഉണ്ട്. ഇന്ത്യൻ നയതന്ത്രം അതിൻ്റെ വിജയം അറിയാത്ത കുറേ പേരുണ്ട്. അവരുടെ പേരാണ് ഇന്ത്യൻ പ്രതിപക്ഷം എന്ന് പറയുന്നു. അപർണ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ബഡ്ഡിംഗ് ജേർണലിസ്റ്റായ അപർണ പറയുന്നത് ഇന്ത്യക്ക് പൂർണ്ണമായി ഊർജ്ജ സുരക്ഷ ഇപ്പോഴും ലഭിച്ചിട്ടില്ല, പക്ഷേ ശരിയായ ദിശയിലാണ് നീക്കം. നയതന്ത്രപരമായി വലിയ നേട്ടമുണ്ട്. വിവിധ രാജ്യങ്ങളുമായി ബന്ധം കൊണ്ട് ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ജയൻ ചേട്ടന് നമസ്കാരം എന്ന് സുനിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം അരുന്ധതി റോയ് കോലംപറമ്പത്തുണ്ട്. ഹായ് മനു നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അരുന്ധതിക്കും കുടുംബത്തിനും എൻ്റെ ഈസ്റ്റർ ആശംസകളൊക്കെ നേരുകയാണ്. പാറ അമ്പലം വഴിയല്ല, ഇവിടെ മറ്റൊരു പാറയിൽ ഒരു റിസോർട്ടുണ്ട്, അത് കാണാൻ വന്നവരാണെന്ന് പറയുന്നു. ഓക്കെ സുനിൽ, ഓക്കെ, അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് ശ്രീദേവി ചേച്ചി സൂപ്പറാണെന്ന് പറഞ്ഞ് നമ്മുടെ നെടുമങ്ങാടുള്ള ശ്രീദേവിക്ക് 3 ചുവന്ന ഹൃദയങ്ങൾ നൽകിയിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി പറയുന്നു ദൈവം രാജ്യങ്ങളിൽ സമാധാനം ഇല്ലാത്ത ഈസ്റ്റർ പെരുന്നാൾ ദിനങ്ങൾ എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഏതായാലും എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. എന്നോടൊപ്പം മോഹനൻ വാമനപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീ മോഹനൻ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. വാമനപുരത്തൊക്കെ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമായോ ശ്രീ മോഹനൻ? വാമനപുരം തെരഞ്ഞെടുപ്പ് ചൂട് നല്ല ചൂടിലാണ്. ആണോ? അങ്ങൊക്കെ ഈ പ്രചരണ പരിപാടികളിലൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ പ്രചരണ വേദിയിൽ ഇപ്പൊ പോകാറില്ല. കാരണം ഞാൻ 72 വയസ്സായ ഒരാളാണ്. അത് ശരി. രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല. ഇല്ല. അപ്പൊ അവിടെ ആര് ജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ആരെങ്കിലും ജയിച്ചോട്ടെ എന്നാണോ? ആരെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇല്ല, ഇനി ഒരു മിനിറ്റ് തരാൻ ഞാൻ കാര്യം പറയാം. കേൾക്കാം. ഞാൻ 72 വയസ്സുള്ള ഒരാളാണ്. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയണില്ല. ഇപ്പൊ ഞാൻ ഒരു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിരീക്ഷണമാണ്. വെരി ഗുഡ്. അതെ. അപ്പൊ അവിടെ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ചൂട് പിടിച്ച രാഷ്ട്രീയം നടക്കുന്നുണ്ട്. ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഗ്യാസിന്റെ ഒക്കെ ഷോർട്ടേജ് അവിടെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടോ മോഹനൻ? ഗ്യാസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് വലിയൊരു കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റി കുറ്റം പറയാൻ പാടില്ല. കാരണം ഈ രാഷ്ട്രീയം പറയാനല്ലല്ലോ നമ്മുടെ ഈ പൊതുവേദി എന്ന് പറയുന്നത്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം. എന്റെ മക്കളും മരുമക്കളൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. എന്ന് വെച്ചുകൊണ്ട് ഞാൻ BJP കാരനോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ല. ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഗ്യാസ് പ്രശ്നം ഇന്ത്യക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഗ്യാസ് പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പൊതുജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ശരി. അപ്പൊ നമുക്ക് കൂട്ടായി ചിന്തിച്ചിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ ഞാൻ മടങ്ങി വരാം. റഷീദ് കൊയിലാണ്ടി കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി, അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലും ഒക്കെയാണ് റഷീദ് കൊയിലാണ്ടി. കോഴിക്കോട് ജില്ല മുഴുവൻ തൂത്തുവാരും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതൊക്കെ ഓർത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് പ്രതീക്ഷിച്ച പോലെയൊക്കെ പോകുന്നുണ്ടല്ലേ? നല്ല പ്രതീക്ഷയിലാണുള്ളത്. ഇന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്റെ പ്രദേശമായ നന്ദിയിൽ ഇന്ന് പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. എന്റെ അടുത്ത പ്രദേശത്ത്, എന്റെ പ്രദേശം നന്ദിയിൽ. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലായതുകൊണ്ട് അതിൻ്റെതായ ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും ഉള്ളത്. UDF അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ദിവസം ഇവിടെ പ്രധാനമന്ത്രി വന്നു തിരുവല്ലയിൽ. അദ്ദേഹം നിങ്ങളെ പ്രതിപക്ഷത്തെ വളരെ രൂക്ഷമായാണ് അദ്ദേഹം വിമർശിച്ചത്. ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ, അതിൽ നിന്ന് ആ സംഘർഷത്തിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം രാജ്യം നടത്തുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ പ്രതിപക്ഷം നൽകുന്നില്ല. ഒരു പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിൽ വേണ്ടത്ര ഗൗരവമില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? കേരളം വളരെ ശക്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നവരാണ്. രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ശരിയായ ബോധമുള്ളവരും ബോധ്യമുള്ളവരുമാണ്. നമ്മൾ അറിയാതെ നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ
നമ്മുടെ ചുഴൽമഴ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യം നമ്മളെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് നമുക്കൊക്കെ അറിയാലോ, ജനങ്ങൾക്കൊക്കെ അറിയാലോ, വ്യക്തമായിട്ട് അറിഞ്ഞ. അദ്ദേഹം വന്ന് കണ്ടു, ഒരു കുഞ്ഞിനെ ഉമ്മ കൊടുത്തു ഒക്കെ പോയിട്ട് എന്താണ് ചെയ്തതെന്ന് ഇവിടുത്തെ വോട്ടർമാർക്കറിയാം. ശരി, അപ്പൊ അതുകൊണ്ട് അത് വലിയ ഗൗരവത്തോടെ എടുക്കേണ്ടതില്ലെന്നാണ്. അപ്പൊ ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാതെ അങ്ങ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ ചോദിക്കും. കൊയിലാണ്ടിയിൽ കെ പ്രവീൺ കുമാർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയാണ് അങ്ങ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭൂരിപക്ഷമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് അന്ന് തന്നെ വിളിക്കും കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ വിൻസി എന്നോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ വിൻസി, ഞാനാണ് സാറേ. ഗ്യാസ് ഒക്കെ കിട്ടുന്നുണ്ടോ തൃശ്ശൂർ? എവിടെയാ വിൻസിയുടെ വീട്? എവിടെയാ? ഗ്യാസിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ബുക്ക് ചെയ്താത് നമ്മള് മുന്നത്തെ പോലെ നമുക്ക് കിട്ടുന്നില്ല. വീട് എവിടെയാ തൃശ്ശൂര്? വീട് ഇവിടെ സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടകയ്ക്ക് ഇരിക്കണം. അതാണ് ബുദ്ധിമുട്ട്. വെളുക്ക് പോലും കത്തിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പൊ എവിടെയാ തൃശ്ശൂർ ജില്ലയിൽ എവിടെയാ താമസിക്കുന്നത്? തൃശ്ശൂര് പട്ടിക്കാട്. പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ ഹൈവേക്ക് അടുത്താണോ? അതെ, അവിടെ തന്നെ വാടകയ്ക്ക് തന്നെ. അവിടെ തന്നെ ആ 6 വരി പാതേര അവിടെ തന്നെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്താണ് ജോലി? എന്താ ചെയ്യുന്നത്? ജോലി ലോട്ടറി നടന്നു വെക്കാണ് സാറേ. രാത്രിയില് തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡില് രാത്രി 1 മണിക്ക് പോയിട്ടാണ് നടന്നു വെക്കണത്. സുഖമില്ലാത്തതാണ്, സ്വന്തം വീടൊന്നുമില്ല. 10-12 കൊല്ലമായി ഒരു വീടിന് വേണ്ടി അപേക്ഷിച്ചിട്ട്. 7 കൊല്ലം കാത്തിരുന്നിട്ട് ലിസ്റ്റില് പേര് വന്നത്. ഭൂമിയും വീടും ഉണ്ട് എന്ന് പറഞ്ഞ് പേര് വന്നിരിക്കുന്നു സാറേ. എന്താ ചെയ്യും? ചെയ്തു വെച്ച് ഇത് അറിയാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം ലൈഫ് മിഷനിൽ നേരിട്ട് അജിത മേഡത്തിനെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, തൃശ്ശൂരിൽ ലൈഫ് മിഷൻ വിളിക്കാന്ന്. അവിടെ ചെന്നപ്പോ ഞാൻ പട്ടിക്കാട്ടിക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിൽക്കുമ്പോഴേ വിളിച്ചു. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം പറഞ്ഞു. ആ വിളി തന്നെ. ഇത് നമ്മൾ വിളിച്ച ഫോൺ എടുക്കില്ല, ഒന്നുമില്ല. ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ ചെന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ നവകേരളയിൽ പോലും ഞാൻ കൂടിയിട്ടുണ്ട്. ഏറ്റവും അർഹിക്കപ്പെടുന്നത് ഞാനാണ് എന്നുള്ളത് അജിത മേഡത്തിന് മനസ്സിലായി തിരുവനന്തപുരം ചെന്നപ്പോ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ ലോട്ടറി വിൽക്കുന്ന കോട്ടിട്ടും കൊണ്ട് ഇവിടെ വരെ എത്തണമെങ്കിൽ ഇതിലെന്തോ കള്ളത്തരുണ്ട്. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഒരു പെട്ടിക്കട പോലത്തെ ഒരു പെട്ടിക്കട തന്നാ മതി, അതിൽ കയറി കിടക്കാം. വേറെ ആരുമില്ല സാറ്. ഞങ്ങൾക്ക് ഒരു ഇലക്ഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന്. ഇങ്ങനെയുള്ളവരൊക്കെ അപേക്ഷ കൊടുക്കുമ്പോ ഒന്നും കിട്ടാണ്ടാവുമ്പോ അവര് മാറ്റി ചിന്തിക്കണം. എത്ര ഞങ്ങൾ ബുദ്ധിമുട്ട് ജീവിക്കാനുള്ളത്. മന്ത്രി MLA രാജനെ പോയി കാണാൻ നേരിട്ട് മണ്ണൂത്തി ഓഫീസിൽ അപേക്ഷ കൊടുത്തു. സാറിന് വിളിച്ചിരുന്നു, പട്ടിക്കാട് വന്നിരുന്നു. ഇവിടെ ഒരു സമ്മേളനം നേരിട്ട് കൊടുത്തു. ഈ 12 കൊല്ലം ഞാൻ പോവാത്ത സ്ഥലമില്ല. MP രാജേഷിനെ മന്ത്രിനെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് അത് അനുവാദ പ്രകാരം വിളിച്ചു പറഞ്ഞ് ഞാൻ ചെന്നിട്ട് അവരെന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല. സത്യത്തിൽ ഈ മുഖ്യമന്ത്രി സാറിനെ നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇതുവരെ ആരെയും കാണിക്കില്ല, ഒരു കാര്യം ചെയ്തു തരൂല്ല. ഈ ലോട്ടറി വിറ്റിട്ട് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് വെയിലത്ത് ലോട്ടറി വെക്കാൻ പറ്റില്ല സാറേ. അങ്ങനെ ഞാൻ രാത്രി അവിടെ ലോട്ടറി വെക്കുമ്പോ KSRTC ബസ് സ്റ്റാൻഡില് നടന്ന് ലോട്ടറി വെക്കാൻ പറ്റില്ല. അത് നടന്ന് ലോട്ടറി വെക്കുമ്പോ പട്ടിനെ ഓടിക്കുന്ന പോലെ ഓടിച്ചു കളയുന്നു സാർ. ഇത്രത്തെ വേദന. അല്ല, പക്ഷേ ഇത് സഹായിക്കാൻ ആരുമില്ല, അവിടെ ആരും വന്നില്ല. ഈ വിഷയം അവിടുത്തെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ലോട്ടറി കടക്കാരുണ്ട്, വാടകയ്ക്ക് ഇരിക്കുന്നവരുണ്ട്. ഈ തൃശ്ശൂർ മാത്രം നടന്ന് ഈ രാത്രി ഉറക്കൊളിച്ച് ആകപ്പാടം 3 മണിക്കൂറാണ് ഞാൻ നിൽക്കുന്നതാണ്. 3 മണിക്കൂർ നേരം നടന്ന് ഞാൻ രാത്രി ഉറക്കൊളിച്ച് 1 മണിക്ക് നടന്നു നിൽക്കാൻ പാടില്ല. അത്രയും പറഞ്ഞിട്ട് ഒരുപാട് നാളായി വിൻസി, എനിക്കത് മനസ്സിലായി. വിൻസിയുടെ വിഷമം എങ്ങനെ ജീവിക്കും? അല്ല, അത് എനിക്ക് മനസ്സിലായി. ലോട്ടറി രാത്രി നടന്നു വിറ്റുകൂടാ എന്നാണ് ആരാ പറയുന്നത്? പോലീസാണോ? ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ചിട്ട് ഏതൊരു മന്ത്രിയുടെ ആണോ ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഈ KSRTC ബസിന്റെ സാറാണോ എനിക്ക് അറിഞ്ഞൂടാ. ഒരു നമ്പർ എനിക്ക് ഓൺലൈൻ വഴി മൊബൈലിൽ വന്നു. ഞാൻ വിളിച്ചു.
ഇങ്ങനെയുള്ള പ്രശ്നമാണ്. ഞാൻ അന്വേഷിക്കട്ടെ പറയാം എന്നല്ലാതെ അല്ല ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂർ നടന്ന് വിളിച്ചു പറയുകയോ അവിടെ ലോട്ടറി വിൽക്കാൻ അനുവദിക്കണമെന്നോ ഒന്നും അവര് പറയുന്നില്ല സാറേ. അല്ല ഞാൻ ചോദിക്കുന്നത് നടന്ന് ലോട്ടറി വിൽക്കാൻ പാടില്ല എന്ന് വിൻസിയോട് പറഞ്ഞതാരാണ്? പോലീസാണോ? പോലീസുകാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ അവിടെ ഒരാള് കുടിക്കുന്നത് ഒരു ലോട്ടറി കട അവിടെ വാടകയ്ക്ക് ഒരു പെട്ടിക്കട പോലെ. ഞാൻ ചോദിക്കുന്നത് ആരാണ് വിൻസിയെ തടയുന്നത് ലോട്ടറി വിൽക്കാൻ? ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് വിൻസി എന്നിട്ടിപ്പോ അവിടെ പാർസൽ വണ്ടിയിൽ കയറ്റുന്ന ആളുകളെ കൊണ്ട് ചെറി വിളിപ്പിച്ച് ഇപ്പൊ ഒരു AC വന്നിട്ടുണ്ട്. അവിടെ AC ഉമ്മർത്ത് ടിക്കറ്റ് എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഇവരെല്ലാരും ഓടിക്കണം എന്ന് പറഞ്ഞ് പകല് വിൽക്കാൻ പറ്റില്ല സാർ. എനിക്ക് ചൂട് പറ്റില്ല. അതാണ് ഈ രാത്രി ഓർക്കൊളിച്ച് ഞാൻ നിൽക്കുന്നത്. ഞാൻ 1:30 ഇവിടുന്ന് പട്ടിക്കാട് രാത്രി പഴനിക്ക് ഗുരുവായൂർ വണ്ടി 1:50 ഞാൻ അവിടെ ചെല്ലും. 2 മണി വരെ ഞാൻ അവിടെ ഉണ്ടാവുള്ളൂ. ആ 3 മണിക്കൂർ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശക്തൻ മാർക്കറ്റിലും ശക്തൻ ബസ് സ്റ്റാൻഡിലും സാറേ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. ഏതായാലും വിൻസിയുടെ കഥ വലിയ ദുഃഖകരമായ കഥയാണ്. ഇത് ആരാണ് തടയുന്നത് വിൻസി? അത് കേൾക്കാമോ ഞാൻ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ല. ഏതായാലും ഇത് അവരെ സഹായിക്കാൻ ആ പരിസരത്തുള്ള ഏതെങ്കിലും ജനപ്രതിനിധികൾ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള കരയുന്ന എത്രയോ മനുഷ്യർ ഇവിടെയുണ്ട്. അവർക്ക് രാത്രി ലോട്ടറി വിൽക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതെന്തിനാണ് അവർ തടസ്സപ്പെടുത്തുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ രാത്രി മനുഷ്യർ ഇറങ്ങി നടന്നുകൂടാ എന്ന് പറയുന്നത് കൊണ്ടാണോ അതോ അവരുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടാണ്? പോലീസല്ലെന്നാണ് അവർ പറയുന്നത്, പക്ഷേ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അവർക്കൊരു വീടിന് അർഹതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കേണ്ടതും ആണ്. ഓക്കെ, ശ്രീരാജൻ എന്നോടൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീരാജൻ നമസ്കാരം. രാജനൊക്കെ വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുണ്ടോ? അല്ല, നമുക്കിപ്പോ ആവേശത്തിന് ഒരു കുറവില്ല. കാരണം തൃശ്ശൂർക്കാർക്ക് ആവേശത്തിന് ഒരു കാലത്ത് ഒരു കുറവുണ്ടാവില്ല. കിട്ടേട്ടെ അതൊക്കെ അങ്ങനെ നമ്മുടെ ഗഡികളൊക്കെ അത് പറഞ്ഞ പോലെ 50 തൊട്ട് 55 വരെ കുറിച്ച് വെച്ചോളൂ. അതൊക്കെ അങ്ങനെ പക്കയായിരിക്കും. അതായത് ഇവിടെ നിയോജകമണ്ഡലം വടക്കാഞ്ചേരി അവരെ സേവിയറാണ്. അതൊരു 11,000-20,000 ഭൂരിപക്ഷം ഉണ്ടായിരിക്കും വടക്കാഞ്ചേരിയില്. 100%. അതൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ സാറേ. വേറൊന്നുമില്ല. കാരണം എഴുതി വെച്ചോളൂ. നമ്മൾ ഈ വീട് പിന്നെ വേറൊരു കാര്യം പറയാണ്ട്. അപ്പൊ ഇതിൽ ഞാനൊരു 125, 150, 200 വരെ കോള് ചെയ്തു. എനിക്ക് ഇറങ്ങിയതല്ല നിങ്ങൾ നമ്പർ എടുക്കില്ല. വേറൊന്നുമല്ല, ചിലപ്പോ തിരക്കായിരിക്കാം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാല് ഫോൺ വിളിക്കുന്ന ആര് വിളിക്കുന്നതാണെന്ന് അറിയാനുള്ളൊരു സംവിധാനം അതിനകത്തില്ല. അപ്പോൾ വിളിക്കുമ്പോൾ 3-4 ഫോണുകൾ കണക്ട് ചെയ്തിടും. മറ്റുള്ളത് ഇത് ഒന്ന് ഒഴിവാകുമ്പോഴാണ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ചിലപ്പോൾ റിങ് ചെയ്തത് അവരെടുക്കാതെ ആരെയും ശ്രീരാജനാണ് വിളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എടുക്കാതിരിക്കില്ല. അപ്പോൾ ഏതായാലും വലിയ ആവേശത്തിലാണ്. അവിടെ സേവിയർ ചിറ്റിലപ്പള്ളി ജയിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? 100%. പിന്നെ ഗ്യാസിന്റെ കാര്യം പറയാനുള്ളത്, ഞാൻ പറയുക ഇവര് ഒരു 10-20 കൊല്ലം കൂടി ഭരിക്കണം. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മുടെ വയനാട് ദുരന്തവും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തല്ലേ കേന്ദ്രം. അത് ശരി. അപ്പൊ ഇത് ജനം മനസ്സിലാക്കി ഇവര് പിന്നെ കുറച്ചുകൂടെ ഭരിച്ചു കഴിയുമ്പോൾ വെറുക്കുമെന്നാണ് പറയുന്നത്. ജനം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കോമാളികളാവുന്നുണ്ടോ നമ്മളെ കേരളീയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ കണ്ടില്ലേ ഇവിടെ കാഞ്ഞാണി ഭാഗത്ത് കിറ്റ് വിതരണം നടൻ ദേവനാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഇന്നലെ നമ്മുടെ ഇവിടെ ഒളരിയില് കിറ്റ് വിതരണം ആരാണ് ചെയ്യണത്? പക്ഷെ ഇത് മേടിക്കാനായിട്ട് നമ്മുടെ കേരളീയര് മുന്നിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മാനസിക വശം. കിറ്റ് കൊടുക്കാം, കിറ്റ് മേടിക്കാൻ പോവാം. പക്ഷെ അതിന്റെ സാഹചര്യം അതെന്തിനു കൊടുക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് മലയാളികൾ മറക്കുന്നു. അത് ചില മനുഷ്യര്, പാവപ്പെട്ട മനുഷ്യർ ഇത് കൊടുക്കുമ്പോ അവര് നിഷ്കളങ്കരായി മനു പാവപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് നമ്മളെ നിഷേധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ മനുവിന്റെ പരിസരങ്ങളിൽ ഒന്ന് വെറുതെ കണ്ണോടിച്ചു നോക്കൂ. തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്ര കുടുംബമുണ്ട്? ഇല്ല എന്നല്ല പറയുന്നത്. ഭക്ഷണം ഇന്ന്
ഒരു ജോലിക്ക് പോയി 1000 രൂപ 800 രൂപ 1000 രൂപ കൂലി, ജോലിക്ക് ഒരു കുറവില്ല. അങ്ങനെ കുറവുണ്ടെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന ബംഗാളി ഇവരൊക്കെ ഒന്ന് സെറ്റിൽ ആവുമോ? മലയാളികൾക്ക് മേലനങ്ങാൻ മടിയാണ്. ചിലപ്പോ പൈസയൊക്കെ അവർക്ക് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എങ്കിലും ഒരു കിറ്റ് കിട്ടുന്ന സന്തോഷത്തോടെ ആളുകൾ വാങ്ങിക്കുമല്ലോ. അങ്ങനെ പക്ഷെ അത് എന്തിന്റെ വാല്യൂവിന്റെ മുകളിലാണ് കിറ്റ് മേടിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു. മലയാളികൾ മേടിക്കണുണ്ടെന്ന് എനിക്ക് പരാതികളൊന്നുമില്ല. ഞാൻ അതേ പറഞ്ഞ 10 കൊല്ലം കൂടി ഇവര് വയ്ക്കണം. ഇനിയൊരു പ്രളയമോ മറ്റവര് പറഞ്ഞ പോലെ തിരുവഞ്ചൂര് പറഞ്ഞ പോലെ വരുന്നു ഇനിയൊരു പ്രളയം കൂടി വരാണ്ട് എന്നൊന്നും പറയാൻ ഞാനില്ല. എന്തൊരാവട്ടെ, ഈ ഭരണം വന്നാരാ പറഞ്ഞ കേരളീയരെ അവസാനം മനസ്സിലാക്കും. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് 40 ദിവസമാവുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു മാനസിക വിഷമമുണ്ട്. പിന്നെ നമുക്ക് വിറക് കത്തിച്ചിട്ടുള്ള ശീലമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു. നല്ലതും പറയാനില്ല, പൊട്ടയും പറയില്ല. അപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് വിളിക്കുമ്പോ ഞാൻ ഈ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 20,000 വോട്ട് ജയിക്കും എഴുതി വെച്ചോളൂ. 80 to 85 LDF, സേവിയർ ഒരു 18-20 ഉള്ളില് ഭൂരിപക്ഷം. ഭൂരിപക്ഷം 100%. കഴിഞ്ഞ തവണ 15,000 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് അതായത് സേവിയർ ഫസ്റ്റ് ടൈം നിൽക്കുന്നത് പറഞ്ഞത് 2000 തൊട്ട് 15,000 ഭൂരിപക്ഷം പറഞ്ഞേ. അത് സേവിയറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി. അദ്ദേഹത്തിന് കിട്ടിയത് 15,300 സംതിങ് ഭൂരിപക്ഷമാണ്. 15,168 ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും കൊള്ളാം. അപ്പൊ നമുക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ രാധാകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു വൈറ്റിലയിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അപ്പൊ അവിടെ കൊച്ചിയിലൊക്കെ ഈസ്റ്റർ അടിച്ച് കലക്കി കാണും അല്ലേ ശ്രീ രാധാകൃഷ്ണൻ? പിന്നെ അവിടെയൊക്കെ ഭയങ്കര ഇതല്ല ആഘോഷം. ഇപ്പൊ ഈ ഇലക്ഷന്റെ ചൂടായതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈസ്റ്റർ എന്താണ്, ജമ്മീനൊക്കെ ആണോ ഈസ്റ്ററിന് വേണ്ടി ഇന്ന്? ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ല. ഈ ഇലക്ഷന്റെ ഒക്കെ ഇതില്ല, ഇപ്പൊ ഭയങ്കര ചൂടാണ്. കാരണം ദിവസമില്ലല്ലോ. അപ്പൊ അതിന്റെ അപ്പൊ അങ്ങ് ഈ ഇതിലുണ്ടോ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടോ? ഞാൻ അങ്ങനെയില്ല, ഞാൻ UDF-ന്റെ ഇതിലായിട്ട് അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. സഹായ സഹകരണങ്ങളുണ്ട്, പക്ഷേ പ്രചരണമൊക്കെ സജീവമല്ല അല്ലേ? അമ്പലപ്പുഴയൊക്കെ ഞാൻ പോയിട്ടുണ്ടായി. ജി സുധാകരന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസംഗം കേൾക്കാനാണോ കാണാൻ പോയതാണോ? ഇല്ല, കാണാൻ പോയി, വീട്ടിൽ പോയി പുള്ളിയെ കണ്ട് അങ്ങനെ ഒരു. ജി സുധാകരൻ എന്ത് പറഞ്ഞു? അവിടെ പുള്ളി നല്ല ഇതിലാണ്. കാരണം അവിടെ ജനങ്ങളൊക്കെ പഴയ ആളും ഇതൊക്കെ ചെയ്തുകൊണ്ട് പുള്ളി തന്നെ ഇത് ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ. അതെ, പിന്നെ UDF-ന്റെ വോട്ടും ഉണ്ട്. അപ്പൊ UDF-ന്റെ വോട്ടും കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ വിജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലല്ലേ. മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? അതിപ്പോ ഗുണമല്ലേ ചെയ്യുള്ളൂ. മുഖ്യമന്ത്രി എവിടെ വന്നാൽ ധാർഷ്ട്യമൊന്നും ഇന്നത്തെ ജനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ. ധാർഷ്ട്യമല്ലേ. പിന്നെ എല്ലാം ഈ പേപ്പറിലല്ലേ, പേപ്പറിൽ പറയുന്നതല്ലേ. ഇവിടെ ഒന്നും തന്നെ നടത്തിയിട്ടില്ലല്ലോ, ഒരു വികസനം പോലും ഒന്നുമില്ല, പേപ്പറിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾ ഇപ്പൊ അനുഭവിക്കണ ഇത് കണ്ടില്ലേ, ഈ വെളിച്ചെണ്ണ ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും തന്നെ വില കണ്ടില്ലേ കയറിപ്പോണം. അരി, നല്ല അരി കിട്ടണമെങ്കിൽ 80 രൂപ കൊടുക്കണം. അപ്പൊ അത്രയും ഇതിലാണ് നിക്കണത്. A to Z സാധനങ്ങൾക്ക് ഇവര് ഇപ്പൊ 3000 നമ്മുടെ പെട്രോൾ നികുതി വരെയും വെച്ചിട്ടാണ് ഈ പെൻഷൻ ഇത് ചെയ്യണത്, കൂട്ടിയേക്കണത്. അപ്പൊ ഇതെല്ലാം വെച്ച് ഇത് ചെയ്തിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. ഇനിയിപ്പോ ഇവര് ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ 3000 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ഈടാക്കും. കാരണം എന്തറിയോ, നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ എടുക്കണ്ടേ, ഇവർക്ക് സുഖമായിട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് ഇവരുടെ ആർഭാടത്തിനും സുഖത്തിനും വേണ്ടിയിട്ടാണ് 3ാം ഭരണവും കൂടി വേണമെന്ന് പറയണം. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അഭിപ്രായം കൃത്യമാണ്. അപ്പൊ ഷിജു എന്നോട് പറയുന്നു, മനു റിമെമ്പർ എവരി വൺ സ്റ്റേറ്റ്മെന്റ് സൂപ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഓർമ്മശക്തിയെ കുറിച്ച് പറയുന്നു. ജയകുമാർ പറയുന്നു, തട്ടുകടകളും ഹോസ്റ്റലുകളും അടഞ്ഞു കിടക്കുന്നു, ഗ്യാസ് കിട്ടാനില്ല, നല്ല നയതന്ത്ര വിജയം എന്ന് പരിഹസിക്കുന്നു. അപ്പൊ തിരു VK എന്നോട് പറയുന്നത്, ന്യൂസ് 18 കേരള റേറ്റിംഗിൽ ഒന്നാമതെത്തണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് VR VX ഒക്കെ കൊണ്ടുവരണം, നല്ല സീനിയർ ആങ്കർമാരെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറച്ചു കാലത്തേക്ക് റേറ്റിംഗ് ഇല്ല, അതാണ് ഒരു വലിയ പ്രതിസന്ധി. റേറ്റിങ്ങിൻ്റെ സ്വഭാവവും മാറുകയാണ്. ന്യൂസ് 18 ഒരു വലിയ നെറ്റ്വർക്ക് ശൃംഖലയാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ എത്രയോ കാലങ്ങളായി നമ്മൾ ഒന്നാമതാണ്, ഹിന്ദിയിൽ ഒന്നാമതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം വലിയ ഒരു ലക്ഷ്യങ്ങൾ കൂടി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ന്യൂസ് 18 CNN ന്യൂസ് 18 ഇംഗ്ലീഷിൽ 1ാം സ്ഥാനത്താണ്. ഹിന്ദി ന്യൂസ് 18 ഇന്ത്യ
വലിയ നേട്ടമാണ് കൈവരിക്കുന്നത്. ഉറുദുവിൽ 1-ാം സ്ഥാനത്താണ്, മറ്റു പല ഭാഷകളിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില ഏറ്റക്കുറവുകൾ ഉണ്ടാകാം, കുറച്ച് കുറവുകൾ ഉണ്ടാകാം. അപ്പോൾ സുനിൽ എന്നോട് പറയുന്നത് ഇവിടെ എല്ലാം തുറക്കുന്നുണ്ട്, ജയൻ ചേട്ടൻ ഗ്യാസ് വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് യൂട്യൂബിലും ഞാൻ ഈ പ്രേക്ഷകർക്ക് ഈ വിഷയം പ്രേക്ഷകരോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. യൂട്യൂബിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇത് നയതന്ത്ര വിജയമാണോ എന്നതായിരുന്നു. സെബീന എന്നോടൊപ്പം അപ്പം നയതന്ത്ര വിജയമാണോ എന്ന ചോദ്യത്തിന് ഇത് മോദി മിടുക്കാണോ എന്ന് ചോദിക്കുമ്പോൾ 52% ആളുകൾ ഇത് മോദിയുടെ ഒരു നയതന്ത്ര മിടുക്കാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം 48% ആളുകൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. സെബീന യൂട്യൂബിൽ എനിക്കിപ്പോൾ ഒരു കമൻറ്റ് ഇടുന്നു. നോട്ട് ഓൺലി ഗ്യാസ് ഷോർട്ടേജ് ബട്ട് ഫെർട്ടിലൈസർ ഷോർട്ടേജ് ഓൾസോ. സോ ഇന്ത്യ മേ ഫേസ് ദ ഫുഡ് ക്രൈസിസ്. ഇന്ത്യൻ റിലൈഡ് ഹെവിലി ഓൺ ഇമ്പോർട്ടഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫാമിംഗ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കൂടുതൽ ശ്രദ്ധയാർന്ന ഒരു നയതന്ത്ര രംഗമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള പ്രസ്താവനകളാണ് ഇന്ത്യ നടത്തുകയും ചെയ്യേണ്ടത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.